കുറെ ഫാമിലീസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ്, അത് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. എല്ലായിടത്തും ഇതേ പ്രശ്നം, ഞാൻ പറയാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ചിലയിടത്തെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഭർത്താക്കന്മാരായ ആണുങ്ങൾ ഒന്ന് ചിന്തിച്ച് തീരുമാനമെടുത്താൽ തീരാവുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇതെല്ലാ കുടുംബത്തിലും നടക്കുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഫാമിലീസിലെങ്കിലും നടക്കാൻ ചാൻസ് ഉള്ളതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ കണ്ട് എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയാണ്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പൊതുവേ ഭർത്താക്കന്മാര് ധർമ്മസങ്കടത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഭാര്യയും അമ്മയും തമ്മിലോ അല്ലെങ്കിൽ സഹോദരിയും ഭാര്യയും തമ്മിലോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? ഭാര്യയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അമ്മയും പറയും, ഇപ്പോ പുതിയൊരു കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അവൻ നമ്മളെ മറന്നു. അല്ലെങ്കിൽ സഹോദരിയും പറയും ഇതേപോലെ, ഓ ഇത്രയും നാളെ എൻ്റെ സഹോദരനാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെ മറന്നു. നേരെ മറിച്ച് അമ്മയുടെ ഭാഗത്ത് ശരിയാണ്, അമ്മയുടെ ഭാഗത്ത് നിൽക്കാം എന്ന് വെച്ചാൽ ഭാര്യ പറയും, ഇപ്പോഴും അമ്മ മതി, നമ്മളെ വേണ്ട, നമ്മളൊരു ഭാര്യയാണ്, നമ്മളെ വേണ്ട എന്ന് തീരുമാനിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് കൂടുതലും ഭർത്താക്കന്മാർ ഫേസ് ചെയ്യുക. നിങ്ങൾ കാര്യം തിരക്കുക, എവിടെയാണ് ഭാര്യയുടെ ഭാഗം കേൾക്കുക, അമ്മയുടെ ഭാഗം കേൾക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു കൺക്ലൂഷൻ എത്താൻ പറ്റും. തെറ്റ് ചെയ്ത ആരോ, എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ ഒരിക്കലും നമ്മുടെ അമ്മയാണ് നമ്മുടെ ദൈവമാണ് എന്ന് കരുതി തെറ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അമ്മയടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം, അമ്മയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്, അവള് പറഞ്ഞതിൽ ശരിയുണ്ട്. അപ്പോൾ അമ്മയുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കണ്ടെത്തി അമ്മയെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അമ്മ എൻ്റെ എല്ലാം എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഭാഗം നിൽക്കരുത്. കാരണം അത് വീണ്ടും അമ്മയെ എൻകറേജ് ചെയ്യിക്കുന്നതിന് തുല്യമാവും. അതുപോലെ തന്നെ ഭാര്യ തെറ്റ് ചെയ്താൽ ഭാര്യയുടെ ഭാഗത്ത് നിൽക്കരുത്. അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം, അമ്മയുടെ ഭാഗത്താണ് ശരി, നീ ചെയ്തത് തെറ്റാണ്, ഇന്നതാണ് നിന്റെ തെറ്റ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരിക്കലും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും അല്ലെങ്കിൽ സഹോദരിമാരും എല്ലാവരും കുഴപ്പക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതം, ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം, പുതിയൊരു ജീവിതം തുടങ്ങേണ്ട ആൾക്കാർ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് അതിന്റെ ഗ്രൗണ്ട്സിൽ ഒരിക്കലും ജീവിതം പടുത്ത് ഉയർത്തരുത്. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, പക്ഷെ അതിന്റെ എല്ലാം ബേസിൽ വന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും ഭാര്യയോട് വഴക്കൂടാനും ഭാര്യയെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ. പക്ഷെ അതിന്റെ പേരിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ മേളിലായിരിക്കരുത് ഒരാളുടെയും ജീവിതം ബിൽഡ് ചെയ്യുന്നത്. മറ്റുള്ളവർക്കെല്ലാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും, പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മളുടെ ലൈഫിൽ ഭാര്യയായിട്ടൊത്ത് അവർ ചെയ്യുന്ന തെറ്റുകൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി, നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുകൾ അവർ പറഞ്ഞു തരികയാണെങ്കിൽ അത് അംഗീകരിച്ച് അങ്ങനെ വേണം പുതിയൊരു ജീവിതം ബിൽഡ് ചെയ്യാൻ. ഇപ്പൊ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഭാര്യയെ കുറ്റം പറയാൻ പാടില്ല, ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അമ്മയെ കുറ്റം പറയാൻ പാടില്ല. അമ്മയുടെ ലൈഫ് സർക്കിളൊക്കെ അമ്മ ഒരു 70% ജീവിച്ചു കഴിഞ്ഞു. അമ്മ ഒരു ഭാര്യയായി, അമ്മയായി, ഇപ്പൊ മുത്തശ്ശിയായി, ഇപ്പൊ ആ ഒരു ജേർണി അവർ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും, സക്സസ്ഫുള്ളി റണ്ണിങ് ആണെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ സഹോദരിയുടെ ജീവിതം സഹോദരി വേറൊരു പാർട്ടായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളുടെ രീതിയിൽ ജീവിക്കുകയാണ്. ഇനി അടുത്ത തലമുറ പോകേണ്ടത് നമ്മളുടെ വൈഫ്, അങ്ങനെ ഒരു റേഞ്ചിലേക്കാണ്. പക്ഷെ അതിലിപ്പോ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, അതൊക്കെ നല്ലത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നതാണ് നല്ലത്. അപ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആവും, പുതിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കൽ. മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ ജീവിക്കുകയാണ്, അവരവരുടേതായ ബിൽഡ് ചെയ്ത ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ട് സ്വന്തം ലൈഫ് നശിപ്പിക്കരുത്. താങ്ക് യു.